പരിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് മുമ്പായി രാത്രികളിൽ ഇബാദത്ത് ചെയ്ത് നാം പരിശീലിക്കേണ്ടതുണ്ട്. രാത്രികളെ ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നാം പരിശീലിക്കണം. കാരണം റമളാൻ മാസത്തിന്റെ രാത്രികൾ എന്നുള്ളത് സാധാ മാസങ്ങളുടെ രാത്രികൾ പോലെയല്ല. ഏറെ പവിത്രതകൾ നിറഞ്ഞ, അള്ളാഹുവിന്റെ കരുണ കണക്കില്ലാതെ അള്ളാഹു വർഷിപ്പിക്കുന്ന മലക്കുകൾ ഇറങ്ങുന്നതായ രാത്രികളാണ് പരിശുദ്ധ റമളാനിന്റെ രാത്രികൾ എന്നുള്ളത്. രാത്രികളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നമസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ദീർഘമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ട് പരിശുദ്ധ റമളാനിന്റെ രാത്രികളിൽ നമസ്കരിക്കുമായിരുന്നു. മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങൾ പരിശുദ്ധ റമളാനിന്റെ രാത്രികൾ പല ഇബാദത്തുകൾ കൊണ്ടും അലങ്കരിക്കുമായിരുന്നു. പരിശുദ്ധമായ റമളാന്റെ രാത്രികൾ എന്നുള്ളത് അത് ദീർഘമായി നമസ്കരിക്കേണ്ട രാത്രികളാണ്, ദീർഘമായി ദുആ ചെയ്യേണ്ട രാത്രികളാണ്. ലൈലത്തുൽ ഖദർ പോലെയുള്ള 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവുകളെ പ്രതീക്ഷിക്കേണ്ട രാത്രികളാണ്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിന്റെ മുമ്പിൽ തറാവീഹ് നമസ്കരിക്കേണ്ട രാത്രികളാണ്. പരിശുദ്ധ റമളാൻ വന്നതിന് ശേഷം രാത്രിയെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചാൽ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. ഇത്രയും ദിവസമുള്ള ശീലം അതിനെ ഒറ്റടിക്ക് മാറ്റുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് റമളാന്റെ മുമ്പ് തന്നെ പരിശുദ്ധമായ റമളാന് വേണ്ടി തയ്യാറാവുന്നതിൽ പെട്ടൊരു കാര്യമാണ് രാത്രി ഇബാദത്ത് ചെയ്തുകൊണ്ട് പരിശീലിക്കുക എന്നുള്ളത്. രാത്രി കുറച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. തഹജ്ജുദ് നമസ്കാരം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഷഅബാനിൽ തഹജ്ജുദ് നമസ്കരിച്ച് ആരംഭിക്കണം. ഇനി തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണെങ്കിൽ ഓരോ ദിവസവും തഹജ്ജുദ് നമസ്കാരത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കണം. തഹജ്ജുദിന്റെ സമയത്തുള്ള, രാത്രി സമയത്തുള്ള ഖുർആൻ തിലാവത്ത്, ദുആ, ഇസ്തിഗ്ഫാർ, പാപമോചനം ഇതെല്ലാം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഷഅബാനിൽ ഈ ഒരു കാര്യം രാത്രിയെ ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ച് പരിശീലിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമളാനിലെ പ്രതിഫലങ്ങൾ ധാരാളമുള്ള രാത്രികളിൽ എളുപ്പത്തിൽ രാത്രി ഇബാദത്ത് കൊണ്ടും നമസ്കാരം കൊണ്ടും അലങ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.